പാട്ടിൻ്റെ ഈ പുതുപുത്തൻ മത്സരവേദിയിലേക്ക് ഇനി പാടാനെത്തുന്നത് ആരാന്ന് നമുക്ക് നോക്കാം. ഇനി ആരാ വരുന്നേ ചലഞ്ച് ചെയ്തുകൊണ്ട് 5 താരങ്ങളിൽ ഒരാളാവാൻ? ജ്യോതിഷ പോരുന്നോ? കുറച്ച് പാട്ട് കൂടി കഴിഞ്ഞിട്ടാ ഞാൻ വരാം. യെസ്, കം ഓൺ. ഹിദിയ. അതെ, വീട്ടിക്ക് കുട്ടി. താങ്ക് യു. നല്ല ധൈര്യമുണ്ട് അല്ലേ? ഓക്കെ, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. നല്ല കോസ്റ്റ്യൂം. താങ്ക് യു. പാട്ടൊക്കെ സെലക്ട് ചെയ്തോ? നല്ലോണം പ്രാക്ടീസ് ചെയ്തോ? ആണോ? ആരാ ഈ 5 താരങ്ങളിൽ ഒരാളാവാൻ വേണ്ടിയിട്ടുള്ള പാട്ട് സെലക്ട് ചെയ്തു തന്നത്? ഉമ്മയാണ്. ഉമ്മ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ച് തന്നോ? ആണോ? കുറേ പ്രാക്ടീസ് ചെയ്തോ ഈ പാട്ട്? ചെയ്തുണ്ട്. ആണോ? ഹിദിയ, യെസ് മാം. പാട്ട് നന്നായി പഠിച്ചു എന്ന് പറഞ്ഞു. ഇനി കേട്ട് നോക്കട്ടെ നമ്മൾ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ മാം. നന്നായി പാടൂലേ? പാടാം. നന്നായി പാടും കേട്ടോ. ഓക്കെ ഓക്കെ. ഹിദിയ, ഏത് പാട്ടാ പാടുന്നത്? വിശക്കും ഫക്കീറിൻ്റെ പറഞ്ഞൊരു സോങ്. ഓക്കെ, മെലഡി ആണോ ഫാസ്റ്റ്? മെലഡി സോങ്. മെലഡി സോങ് ആണ് അല്ലേ? അപ്പം എന്തായാലും നല്ലോണം പാടുക. ഓക്കെ. വിശക്കും ഫക്കീറിൻ്റെ വിളിക്ക്
ഹിദിയ കുട്ടി നല്ലൊരു വോയിസ്, നല്ല ഫീൽ ചെയ്ത് പാടി ഹിദിയ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ കമൻസ്. ഷൻസ്. ഹിദിയ സാർ. അസ്സലായിരുന്നു. താങ്ക് യു സാർ. ഞാനിപ്പോഴും ആ ഫീൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വൻ ഫീലായിരുന്നു. ആകെ പല്ലവിയിൽ മാത്രം ഒരു നോട്ട് പോയി, എൻ്റെ പല്ലവിയിലും ഒരു സ്ഥലത്ത് പോയി. ഇതിന് കുഴപ്പമെന്താണെന്നറിയാം ഹിദിയ, നമ്മൾ ഇത്രയും നന്നായിട്ട് അനുപല്ലവിയും ചരണവും ഒക്കെ പാടി ഈ എൻ്റെ പല്ലവിയിലെത്തിയിട്ട് ആ ഒരു നോട്ട് തെറ്റുമ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് അത് മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. അത്ര നേരം നന്നായിട്ട് പാടിയതൊക്കെ അങ്ങ് പോവും മനസ്സിൽ നിന്ന്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് പാടിയതെന്ന്. നന്നായിട്ട് തന്നെ പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു സ്ട്രോങ് കണ്ടൻഡർ തന്നെയാണ് ടോപ്പ് 5-നുള്ളത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷൻസ്. സിബില മാം. നന്നായി പാടി. ഈ ഷാൻ പറഞ്ഞ പോലെ തന്നെ പല്ലവിയിലെ ഒരു ലൈൻസ്, അതുപോലെ ചരണത്തിലെ ഒരു ലൈൻസ്, അങ്ങനെ 1-2 സ്ഥലത്ത് മാത്രമേ ആ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. മറ്റേതൊക്കെ ക്ലീനായിട്ട് പാടി. നല്ല ശബ്ദം, നല്ല ഫീൽ, നല്ല വരികൾ, ആകെ കൂടെ എല്ലാം നന്നായിരുന്നു. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിബില മാം. ഫൈസൽ സർ. മോളെ നല്ലൊരു മെസ്സേജുള്ള പാട്ടാണ്. രഹന പാടിയതാണിത്, ബാപ്പു വെള്ളിപറമ്പിൻ്റെ രചനയിൽ. നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പാട്ടിൻ്റെ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. വിശക്കും ഫക്കീർ, നമ്മുടെ പട്ടിണി കിടക്കുന്ന ദരിദ്രന്മാർക്ക്, വിലപിക്കുന്ന മിസ്കീന്, സങ്കടങ്ങൾ പറയുന്ന പാവങ്ങൾക്ക്, യത്തീമിന്, അനാഥകളെ സംരക്ഷിക്കുന്നവന്, അതേപോലെ പിന്നെ വിയർപ്പറിഞ്ഞ് കൂലി കൊടുക്കുന്നവന്. ഇപ്പോൾ ചൂഷണങ്ങളുടെ ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ. അധ്വാനിക്കുന്നവന് മതിയായ കൂലി കൊടുക്കാത്ത ഒരു ഘട്ടം. അയൽവാസി പട്ടിണി കിടക്കുന്നോ നമുക്കറിയില്ല. അപ്പോൾ അയൽവാസിയുടെ പട്ടിണി അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും സഹായിക്കുന്നവന് നാളെ സ്വർഗത്തിൽ അത്താഴമുണ്ടെന്നാണ് പറയുന്നത്. അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കുന്നവനേക്കാൾ കേമനായി മറ്റാരുണ്ട് എന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്. അനാഥകളെ സംരക്ഷിക്കുന്നവനും ഞാനും തമ്മിൽ സ്വർഗത്തിൽ ഇങ്ങനെ 2 വിരൽ പോലെ അടുത്തിരിക്കുന്നു പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ദാനധർമ്മങ്ങളെക്കുറിച്ച്, സമൂഹത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണിത്. വളരെ ക്ലീനായിട്ട് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ. ഈ മോളുടെ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ മെസ്സേജ് നമുക്ക് മനസ്സിലാവും. അതാണ് ഷാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആ ഫീൽഡിലാണെന്ന് പറഞ്ഞത്. നന്നായിട്ട് മോളെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരർത്ഥത്തിൽ മോള് ഒരു നല്ല ഗായികയാണെന്ന് ഈ പാട്ടിലൂടെ ഞങ്ങളുടെയൊക്കെ മുമ്പിലും ഇവരുടെ മുമ്പിലും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്താ ചോദിച്ചാൽ ജഡ്ജസിൻ്റെ മുമ്പിലും പ്രേക്ഷകരുടെ മുമ്പിലും അല്ല, ഇവരുടെ മുമ്പിലും തെളിയിക്കണമെന്നാ. അതും തെളിയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. ഹിദിയ, നല്ല കമൻസ് ഒക്കെ കേട്ടത് അല്ലേ? നല്ല എന്താ പറയുക, ആ ഒരു ഫീലിൽ ഇപ്പോഴും നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു മെസ്സേജുള്ളൊരു സോങ്, നല്ല ഫീൽ ചെയ്ത് മോള് പാടി, നല്ല കമൻസ് കേട്ടു. ഇനി നല്ല മാർക്കിന് വേണ്ടി നമുക്ക് ചോദിച്ചു നോക്കാം. ഫൈസൽ സർ. 25.5. താങ്ക് യു സാർ. ഔട്ട് ഓഫ് 30 25.5 മാർക്സ് ആണ് ഫൈസൽ സാർ നൽകിയിരിക്കുന്നത്. സിബില മാം. ഹിദിയക്ക് 26. ഔട്ട് ഓഫ് 30 26 മാർക്സ്. താങ്ക് യു മാം. ഷാൻ സർ. 25.5. താങ്ക് യു സാർ. ഔട്ട് ഓഫ് 30 25.5 മാർക്സ്. ഔട്ട് ഓഫ് 90 77 മാർക്സ് ആണ് ഹിദിയ സ്കോർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്കോറാണ് അല്ലേ? കൺഗ്രാറ്റ്സ്. അപ്പോൾ പറഞ്ഞ പോലെ ഇനിയും നല്ലോണം പാടുക, പ്രാക്ടീസ് ചെയ്യുക. ഇവർക്കൊക്കെ ഒരു ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ഉറച്ച പോരാളിയാണെന്നാണ് നമുക്കിപ്പോൾ ഈ പാട്ടിൽ നിന്ന് മനസ്സിലായിരിക്കണം. അപ്പോൾ ഇനി നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ലോണം പാടുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.